എല്ലാവരും സുഖായിരിക്കുന്നുന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓണം സ്പെഷ്യലായിട്ടൊക്കെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം റോബസ്റ്റ് പഴം ചെറിയ പഴമൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതിനേക്ക് മുൻപായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം ഇതിൽ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴമില്ലേ, അത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ, ഇത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ നാളികേരമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ പേസ്റ്റില്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊന്നും എടുക്കുന്ന പൊടി എടുക്കരുത്. പുട്ടുപൊടിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പുട്ടുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുപൊടി ആയതിൻ്റെ പേരിൽ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ട്ടോ ഇപ്പോൾ. കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ പുട്ടുപൊടിയൊക്കെ ആയതിൻ്റെ പേരിൽ തന്നെ വേഗം തന്നെ അത് തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിക്കായിട്ട് പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഈ പുട്ടുപൊടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ദേ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ ട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു ബോൾ പോലെ ആക്കിയിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ അതേ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയല്ലേ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ എല്ലാം ഞാൻ ദേ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ലേ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ സ്നാക്കില്ലേ അത് കണ്ടോ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഞാൻ ദേ കുറച്ച് റൈസിൻസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കണ്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നാളികേരത്തിൻ്റെ ആ നനവൊക്കെ പോയിട്ട് ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ അതിൽ ബാക്കിയുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കരപ്പാനിൽ ഇനിയിപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ബാക്കിയുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്നാക്കില്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ശർക്കരപ്പാനിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ചൊക്കെ വരണം. അപ്പോഴാണ് നമ്മൾ ഈ പലഹാരത്തിൻ്റെ അകത്തേക്കൊക്കെ ആ ശർക്കരപ്പാനിയുടെ മധുരമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കരപ്പാനി എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ നോക്കിയേ നമ്മളെ ശർക്കരപ്പാനി എല്ലാം വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മധുരമൊക്കെ ഇതിൻ്റെ അകത്തേക്കൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വരട്ടിയെടുത്ത പോലെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും മതി. കണ്ടോ നമ്മുടെ സ്നാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.